بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ ഖുർആൻ ക്ലാസ്സിലെ രണ്ടാമത്തെ നാളിലെ ടിക്കർ ഞങ്ങൾ ഓർമ്മിച്ചു കൂടിരെ. സൂറത്തുൽ കഹ്ഫ് അതിരെ മഹത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിശദീകരിച്ച വിഷയറ്റിക്കർ ഇന്നലെ ഞങ്ങൾ ചൊന്നെ. അല്ലാഹു തആല ഈ സൂറത്തുൽ കഹ്ഫിടെ തുടങ്ങിരെ അൽഹംദുലില്ലാഹ് എന്ന വാക്യം കൊണ്ടിട്ടായിട്ടിക്കൽ. ഇതിരെ മുന്നത്തെ സൂറത്തായങ്ങനത്തെ സൂറത്തുൽ ഇസ്രാ തുടങ്ങിരെ സുബ്ഹാനല്ലദി, സുബ്ഹാന എന്ന വാക്യം കൊണ്ടിട്ടാണ്. സാധാരണ ഞങ്ങൾ എപ്പോഴും ചൊല്ലുന്ന ദിക്റുങ്ങായിട്ടിക്കർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലങ്ങനത്തെ ദിക്റുങ്ങ. അതിലെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് അതിൽ ഞങ്ങൾ ചൊന്നോണ്ടുള്ളേട്ട് ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ചൊല്ലേണ്ടായെങ്കിൽ ഞങ്ങളെ മനസ്സിക്ക് അതുകൊണ്ടിട്ട് വലിയ ഒരു എഫക്റ്റ്, വലിയൊരു സ്വാധീനം ഉണ്ടാവുന്നതിൽ സംശയമില്ല. എന്തിന് സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ എന്തിന് ഏതൊരാളും ഞങ്ങൾ ബലിയായിട്ട് ഏതൊരാളുടെ കാണുമ്പോൾ ഒരാളുടെ ഞങ്ങൾ ബലിയായിട്ട് ഞങ്ങൾ ഇപ്പൊ കണ്ടേ ആ ആളിൽ ഒരു ഐബ്, ഒരു കുറത്തെയും ഇല്ലാണ്ട് ആ ആള് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആവുമ്പോൾ എല്ലാ നിലക്കും ഏത് നിലക്ക് നോക്കിയെങ്കിലും അയാളൊരു കുറത്തില്ല, എല്ലാ വിഷയത്തിലും ഒരു പെർഫെക്റ്റ്നെസ് ഇരിക്കുമ്പോൾ അയാൾ നമുക്ക് വലിയൊരു ആളായിട്ട് നമുക്ക് കണ്ട്. അപ്പൊ അള്ളാഹു എല്ലാ വസ്തുങ്ങ, എല്ലാ സൃഷ്ടിങ്ങ, എല്ലാ മനുഷ്യന്മാർ എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്ത ഇതിരക്കാണ് വലിയ മഹത്വമില്ല, വലിയ ആലയിട്ടിക്കർ അള്ളാഹു. അവനുക്ക് ഒന്നൊരു ആവശ്യവുമില്ല, ഒന്നുറയും ഒരു ഡിപ്പെൻഡൻസ്, ഒരു ആശ്രയിക്കണ ചൊല്ലെ അവലംബിക്കടെ ഒരു സ്വഭാവം അള്ളാഹുക്കില്ല. അപ്പൊ സുബ്ഹാനല്ലാ എന്ന് ഒരു കെലിമത്ത്, ഒരു വാക്യ ഞങ്ങൾ ചൊല്ലുമ്പോൾ അതുകൊണ്ടിട്ട് ഉദ്ദേശിക്കടെ അള്ളാഹു താല പരിപൂർണനായിട്ടിക്കറ, സമ്പൂർണനായിട്ടിക്കറ. അള്ളാഹു താല ഒരു കൊറത്തെയുമില്ല, ഒരു ഐബുമില്ല, ഒന്നും ഒരു കൊറടി ചൊന്നിട്ട് അള്ളാഹു താലക്ക് ചൊല്ലുകില്ല എന്നാണ്. കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടിക്കറ. ಅವನಿಗೂ ಏದೆಂಗರು ತಿನ್ನೋಗ ಅವನಿಗೂ ಅವಶ್ಯ ಇಲ್ಲ, ಅವನಿಗೂ പെഞ്ഞായി മക്കൾ ആവശ്യമില്ല. ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ നോക്കിയിട്ടെങ്കിൽ ഞങ്ങളെ ലൈഫ് ഞങ്ങൾ ജനിക്കുന്നത് മുതൽ ജനിച്ചത് മുതൽ മരിക്കണോടത്തോല ഒന്നല്ല ഒരു രൂപത്തിൽ ഞങ്ങൾ കംപ്ലീറ്റ് ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് പസിയായെങ്കിൽ ഞങ്ങൾ പിന്നെ തിന്നോക വേണു, താകായും കുടിക്കുക വേണു. ഇങ്ങനെ ആവശ്യങ്ങളിലൂടെയാണ്, അഗത്യങ്ങ ഇങ്ങനെ എന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ അള്ളാഹു താലക്ക് ഒരു അഗത്യവുമില്ല, ഒന്നുറയും അഗത്യമില്ല. ഇതെല്ലാം അള്ളാഹു താല ഉണ്ടാക്കിരെ, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹു താല ഉണ്ടാക്കിരെ എന്തെങ്കിലും ഒരു അഗത്യത്തിന് വേനായിട്ടൊന്നും ചൊല്ലുകില്ല. എല്ലാ നിലക്കും അവന് പരിപൂർണ സമ്പൂർണമായിട്ട് അവന് പരിശുദ്ധനാണ്. പിന്നെ ഒന്നും ഒരു കുറത്തെയും ഒരു അയബും അവനിൽ ഇല്ലാണ്ടായിട്ടിക്കരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ അതിരെ അർത്ഥം അങ്ങനെ ഇട്ടിക്കരു. അൽഹംദുലില്ലാ ചൊന്നെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങൾ ഞങ്ങൾ നല്ലതായിട്ട് കാണങ്ങനത്തെ എന്തെല്ലാം ക്വാളിറ്റിങ്ങ ഉണ്ട്, എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട്, എന്തെല്ലാം ക്വാളിറ്റീസിങ്ങ ഉണ്ട്, അതെല്ലാം അള്ളാഹു കൊണ്ടുണ്ടാണ് ചൊല്ലുന്നങ്ങ അൽഹംദുലില്ലാ. എല്ലാ നിലക്കുള്ള നല്ല നല്ല സ്വഭാവങ്ങ, നല്ല കാര്യങ്ങ, നല്ല കഴിവുങ്ങ, വലിയ സാമർത്ഥ്യ, കഴിവ്, ഇൽമ്, എല്ലാം കേൾക്കുകൊള്ളങ്ങനത്തെ ഒരു കഴിവ്, എല്ലാം കാണുകൊള്ളങ്ങനത്തെ ഒരു താക്കത്ത്. ഈ ഒരു നിലക്ക് ഒരാൾക്ക് അയാള് പിന്നെ പെർഫെക്റ്റ് ആവുക എന്തെല്ലാം വേണ അതെല്ലാം അള്ളാഹു കൊണ്ടുണ്ടാണ് അൽഹംദുലില്ലാ ചൊല്ലുമ്പോൾ. ഒരാൾ പെർഫെക്റ്റ് ആവുക എന്തെല്ലാം ഇല്ലാണ്ടിരിക്കണു അത് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴാണ് അത് കിട്ടുക. സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ അവനുള്ള പെർഫെക്റ്റ്നെസ് അടിയാവുടെ രൂപത്തിൽ ഒന്നും അവനിൽ ഇല്ലാണ്ടാണ്. അൽഹംദുലില്ലാ ചൊന്നെങ്കിൽ പെർഫെക്റ്റ് ആവുക എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം അള്ളാഹുലുണ്ട്, എല്ലാം അവനുക്ക് ആക്കുക. അവൻ ഖാദിറാണ്, ഖാദിറു കുല്ലി ഷൈഇൻ, എല്ലാ കാര്യവും അവനുക്ക്
കുതിരത്തിന്റെ എല്ലാ കാര്യത്തിലും നമുക്ക് താക്കത്തുണ്ട്. അതുപോലെ എല്ലാം കാണുകയോടും എല്ലാം കേൾക്കുകയോടും എന്തെല്ലാം വേണം അതെല്ലാം അള്ളാഹു കൊണ്ടുണ്ടാണ് അൽഹംദുലില്ലാ എന്ന് ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ സാധാരണ ചൊല്ലുന്നത് അള്ളാഹു അക്ബർ ഉണ്ടാണ്. അള്ളാഹു അക്ബർ എന്നെങ്കിൽ ഞങ്ങൾ ഈ രണ്ട് രൂപത്തിൽ ഞങ്ങൾ അള്ളാഹുടെ മനസ്സിലാക്കിയാൽ പിന്നെ അതായത് ഒന്നും പിന്നെ അവന്റെ പെർഫെക്റ്റ്നെസ് അല്ലെങ്കിൽ അവന്റെ ഒരു പൂർണ്ണത്തേക്ക് അടിയാവുടെ രൂപത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇല്ലാണ്ടിക്കൊണ്ട് അതൊന്നുമില്ല, എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ട് ചൊന്ന രൂപത്തിൽ ആ രൂപത്തിൽ അള്ളാഹുടെ ഞങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഞങ്ങൾ ചൊല്ല അള്ളാഹു അക്ബർ അള്ളാഹു വെല്ലോണായിട്ടിക്കറ ചൊന്നിങ് അർത്ഥ നാണ് അർത്ഥാക്കിയത് പോലെന്തുമല്ല അള്ളാഹു താല ഇതിരെയും അപ്പുറയിട്ടിക്കറ അതുകൊണ്ട് ഒരിക്കലും നക്ക് അർത്ഥാക്കുകയില്ല, നക്ക് അതുകൊണ്ട് പൂർണ്ണമായിട്ട് അർത്ഥാക്കുകയില്ല എന്നിട്ടാണ് അള്ളാഹു അക്ബർ എന്നിട്ട് ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതൊരൊട്ടിಗೆ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെല്ലാം ചൊന്നിട്ടാവുമ്പോൾ അതിൽ ഒരു റിസൾട്ട് ആയിട്ട് വേണ്ടങ്ങനത്തെ ഒരു ദിക്റായിട്ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെല്ലാം ഇട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അള്ളാഹു അല്ലാണ്ട് പിന്നെ ആറ് ഇലാഹ ആവുക അവിടെ. അപ്പൊ അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല, അള്ളാഹു അല്ലാണ്ട് ഇബാദത്തുക്ക് അർഹനായ ഒരാളുമില്ല എന്ന നിലക്കാണ്. അപ്പൊ ആ കൂട്ടത്തെ അൽഹംദുലില്ലാ ചൊല്ല ദിക്ർ കൊണ്ടിട്ടാണ് അള്ളാഹു താല ഈ സൂറത്തിനെ സ്റ്റാർട്ടാക്കിയത്. അതിൽ പിന്നെ ചൊന്ന വിഷയം ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ച അൽഹംദുലില്ലാ എല്ലാ ഹംദും അല്ലാഹു കൈറ്റിക്കർ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ തന്റെ വിശേഷ അടിമയായങ്ങനത്തെ ദാസ ചൊല്ലകു പരിപൂർണ അബ്ദിയത്ത് ദാസ്യത്വ ഉള്ളങ്ങനത്തെ അബുദായിട്ടുള്ളങ്ങനത്തെ അടിമയായിട്ട് പരിപൂർണ അടിമത്വ ഉള്ളങ്ങനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുഗു അൽ കിതാബായിട്ടുള്ള ഖുർആന്റെ ഇറക്കിയങ്ങനത്തെ അള്ളാഹുഗു വലിയ ഹംദായിട്ട് അള്ളാഹുടെ ഞങ്ങൾ വലിയ നന്ദി ചൊല്ലാണ്ടാണ്. കാരണം അള്ളാഹു താല ഖുർആന്റെ ഞങ്ങൾക്ക് തന്നാ ചൊല്ലത് വലിയ നിഅമത്താണ്. ആ ഖുർആന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ തന്നാ ചൊല്ലത് അതും വലിയൊരു നിഅമത്തായിട്ടിക്കറ്. ആ നബിത്തങ്ങൾ ഉമ്മത്തിയായിട്ട് ആ നബിത്തങ്ങൾ ഒരു അനുയായിയായിട്ട് ഒരു ഫോളോവർ ആയിട്ട് അള്ളാഹു താല ഞങ്ങളാക്കിയ ചൊന്നത് അത് ഇനിയും വലിയൊരു നിഅമത്താണ്. അതെല്ലാം നെനപ്പാക്കിയിട്ടാണ് ഈ ഒരു പലക്ക ചൊല്ല്. ഇവിടെ നോക്കൊരു നബിത്തങ്ങൾ അള്ളാഹു താലയുടെ മുഹമ്മദ് ചൊന്നിട്ട് പേര് എടുത്ത് ചൊന്നിട്ടില്ല, അബ്ദ് എന്നിട്ടാണ് ചൊന്നത്. സൂറത്തുൽ ഇസ്ര ಇದರ മുന്നത്തെ സൂറത്തിലും അള്ളാഹു താല ഇസ്രാ മിഅ്റാജിന്റെ ಬಗ್ಗೆ ഇസ്രായുടെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു താല പ്രത്യേകമായിട്ട് ഒരു ജാവുകു യാത്രയാക്കിയതിന്റെ ಬಗ್ಗೆ ചൊന്നപ്പം അവിടെയും അബ്ദ് എന്നിട്ടാണ് ചൊന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ മക്കത്തുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് ഷാമുല്ലങ്ങനത്തെ മസ്ജിദുൽ അഖ്സ ജെറുസലേമുല്ലങ്ങനത്തെ മസ്ജിദുൽ അഖ്സക്ക് ജാവുടെ ഒരു ചെറിയ നേരത്തില് തന്റെ അബുദിരെ കുട്ടിയോണ്ട് പോയങ്ങനത്തെ ജാവുക കുട്ടിയോണ്ട് പോയങ്ങനത്തെ അള്ളാഹു താല എന്തൊരു പരിശുദ്ധനാണ്, എന്തൊരു പെർഫെക്റ്റ് ആയിട്ടിക്കർ അള്ളാഹു താല എന്നിട്ടാണ് അവിടെ സൂറത്തുൽ ഇസ്രാ ചൊല്ലി. അവിടെയും നബിത്തങ്ങളെ ಬಗ್ಗೆ അബുദ് എന്നിട്ടാണ് ചൊല്ലി. നബിത്തങ്ങളെ ಬಗ್ಗೆ ഖുർആനിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൊല്ലുമ്പോൾ അബുദ് എന്നിട്ടാണ് അള്ളാഹു താല ചൊന്നിട്ടില്ല. എന്തേ? അതായത് ഒരു മനുഷ്യനായ അടിമയ അള്ളാഹു താലയുടെ സൃഷ്ടി ഇങ്ങനെ കൂട്ടത്തില് ഒരാള് വലിയ ആളാവു അവിടത് അല്ലെങ്കിൽ വലിയ മഹത്വമുള്ള അവിടെ അത് അബുദാവുമ്പോഴേ ടിക്കറ് അള്ളാഹു താലയുടെ അബുദാവുകയാണ് ഞങ്ങൾ അള്ളാഹു താല പഠിച്ചത്. അള്ളാഹു താലയുടെ അബുദാവോട് ചെന്നെങ്കിൽ അള്ളാഹു താലയുടെ പരിപൂർണമായിട്ട് അള്ളാഹു ചൊന്ന പോലെ ഇക്കടങ്ങനത്തെ അടിമ ദാസനായിട്ട് ഇക്കട്. നീ നോക്കൊരു എന്തുകൊണ്ടാണ് ഷെയ്ത്താന് അത്രയെല്ലാം വലിയൊരു സ്ഥാനത്ത് നിന്നിട്ട് അലക്ക എന്തുമില്ലാത്ത ആലായിപ്പോ? കാരണം എന്താണ്? അവനുള്ള അബദിയത്ത് വന്നില്ല, കിബിറാണ് അവനുണ്ടായ തവാലു അബദിയത്ര ലക്ഷണം ഏറ്റിക്കരെന്താ അവിടെ താന്നു കൊടുക്കടെ ചൊല്ലത്. ആ ഒരു ലക്ഷണം അവനുണ്ടായില്ല, അഹങ്കാര ചൊല്ലതാണ് അവനുണ്ടായത്. അപ്പൊ ആ അഹങ്കാരത്തിൽ അവനക്ക് സമ്പൂർണമായി നശിച്ചു പോയ. ഇപ്പുറത്തില് നല്ല അബദിയത്ത് കാട്ടിയത് കൊണ്ടിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വലിയ അള്ളാഹു താല കൊടുക്കുന്നതിൽ വെച്ചിട്ട് വലിയ സ്ഥാനത്തേക്ക് എത്തിപ്പോയിട്ട് ഷെയ്ത്താൻ അലക്ക കീലായി പോയ. അപ്പൊ ഈമാന്റെ അടിത്തറ അള്ളാഹു താലല് ഉള്ള ഈമാന്റെ ഒരു അടിസ്ഥാന ചൊല്ലത് അബുദ് അവിടെ ചൊല്ലതാണ്. അബുദിയത്ത് താന്നു കൊടുക്കൂടെ ചൊല്ലതാണ്. തവാലു ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. വലം യജഅൽ ലഹു ഇവജ. നെക്സ്റ്റ് അള്ളാഹു താല ചൊന്നിട്ടില്ല വലം യജഅൽ ലഹു ഇവജ. ആ ഖുർആന്റെ അള്ളാഹു താല നമുക്ക് തന്നിരാണ്ട് മാത്രല്ല വലം യജഅൽ ലഹു ഇവജ, അതില് ഒരേ ഒരു കുറത്തെയും അള്ളാഹു താല
ആ ഖുർആൻ ആക്കി വെച്ചിട്ടില്ലേ? വലം യജഅൽ ലഹു, അതിൽ അവൻ ആക്കിയിട്ടില്ല ഇവജ, ഒരു വാരക്കോരെ, ഒരു പിന്നെ ഒട്രാസിയായി പോണ്ട ഒരു അവസ്ഥ ആ ഖുർആനിൽ അല്ലാഹു തആല ആക്കിയിട്ടില്ല. ഖുർആന്റെ മുന്നോലു ചെമ്മ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല കിതാബുങ്ങ കൊടുത്തുറ. പ്രധാനപ്പെട്ട 4 കിതാബുങ്ങ അല്ലാഹു തആല ഖുർആൻ അല്ലാത്ത 3 കിതാബുങ്ങ മൂസാ നബി അലൈഹി സ്വലാമുകും ഈസാ നബി അലൈഹി സ്വലാമുകും ദാവൂദ് നബി അലൈഹി സ്വലാമുകല്ല കൊടുത്തങ്ങനത്തെ കിതാബുങ്ങളുണ്ട്. പക്ഷെ ആ കിതാബുങ്ങല്ല കാല ഇങ്ങനെ കലിഞ്ഞതുപോലെ അതിൽ പല നിലക്കുള്ള തിദ്ദുപടിങ്ങ, പല നിലക്കുള്ള ചേഞ്ചസ് മനുഷ്യന്മാർ ഉണ്ടാക്കിയാർ അല്ലെ. അതുകൊണ്ടിട്ടല്ലേ അതെന്തും നങ്ങ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന രൂപത്തിലുണ്ട്. നമുക്ക് ഏതും കിട്ടിയോണ്ടില്ല. തൗറാത്ത, ഇഞ്ചീല, സബൂറ ഏതും കിട്ടുകയില്ല അതിനെ പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിക്കുന്ന രൂപത്തിൽ. അപ്പൊ അതിലെല്ലാം എന്തുണ്ടായിട്ട് ഇവജ് ഉണ്ടായിട്ടാണ്. ഇവജ് ചൊന്നെങ്കിൽ ഒരു വാരക്കോരെ, ഒരു ഒട്രാസിയുടെ അവസ്ഥ ഉണ്ടായിട്ട്. പക്ഷെ ഖുർആൻ നോക്കൊരു 1500 വർഷ അല്ലെങ്കിൽ 1500 വർഷം മുട്ടായിട്ട് വന്ന് ഖുർആനിൽ ഒരു തിദ്ദുപടിയാക്കുക, ഒരു എന്തെങ്കിലും ഒരു രൂപത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കുക ആരെ കൊണ്ടും സാധ്യമായിട്ടില്ല. അല്ലെങ്കിൽ ഖുർആനിൽ ഇന്നത് ഇന്ന പദ അവിടെ ചൊന്നത് തപ്പയിട്, ആ പദം ചൊന്നത് സമയറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു ആശയ ഖുർആനിൽ ചൊന്ന വിഷയ അത് തപ്പയിട് എന്ന് ഒരു കാട്ടുക, കൃത്യമായിട്ട് പ്രൂഫോട് കൂടെ കാട്ടുക ആരെ കൊണ്ടും ഇതുവരെ സാധ്യമായിട്ടില്ല. എത്രമോ ആൽമാർ പ്രയത്നാക്കി നോക്കിയാറ്, ആരെ കൊണ്ടിട്ടും സാധ്യമായിട്ടില്ല. അതാണ് അല്ലാഹു തആല ചൊന്നത് വലം യജഅൽ ലഹു ഇവജ, അതിലൊരു ഇവജുമില്ല, ഒരു തപ്പാവിടെ ചൊല്ല ഒരു അവസ്ഥ ഇല്ലാത്ത രൂപത്തിലാണ് അല്ലാഹു തആല അല്ലാഹു തആല ഇറക്കിയത്. അത് അറബി ഭാഷയുടെ വലിയൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾമാർ വന്നെങ്കും, അല്ലാണ്ട് വേറെ സയൻസിൽ വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾമാർ വന്നെങ്കും, ഏത് രൂപത്തിലുള്ള ആൾമാർ ഖുർആന്റെ പഠിക്കുക വന്നെങ്കിൽ അങ്ങ് അതിന് മുന്നിൽ സോത്രാറിട്ടല്ലാണ്ട് ഖുർആൻ ഒരിക്കലും സോത്തിട്ടില്ലാണ്. അത് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദ ഷരീഫിൽ ചൊല്ലങ്ങനത്തെ ഒരു വിഷയറ്റിക്ക് ഖുർആന്റെ മഹത്വത്തെ ಬಗ್ಗೆ ബൂസൂരി ഇമാം പാടിയപ്പ അതിൽ പ്രധാനമായിട്ട് ബൂസൂരി ഇമാം ചൊന്ന ഒരു വിഷയമാണ് ആ ഖുർആന്റെ എതിർക്കുക വന്നങ്ങനത്തെ എത്ര ആൽമാറുള്ളാർ. ആ ആൽമാറല്ല ആ ഖുർആന്റെ എതിർലു അങ്ങ മുട്ടുമടക്കിയിട്ട് പോയിടാറിട്ടല്ലാണ്ട് ഖുർആൻ ഒരിക്കലും എന്തായിട്ടില്ലേ, ഖുർആൻ ഒരിക്കലും പിന്നെ സോത്തു പോയിട്ടില്ലാണ്ടാണ്. മബൂസ് റളിയല്ലാഹു അൻഹു ചൊല്ലു റദ്ദത്ത് ബലാഗത്തുഹ ദഅവ മുആരിളിഹ റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറുമി മാ ഹുരിബത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി അഅദൽ അആദി ഇലൈഹ മുൽഖിയസ് സലമി. ഖുർആന്റെ എതിർക്കുകയായിട്ട് ബന്ധങ്ങനത്തെ ഏതൊരു ശത്രു, അത് എത്രേ വലിയ ശത്രു ആവട്ടെ, എത്രേ വലിയ നിപുണനാവട്ടെ, എക്സ്പേർട്ട് ആവട്ടെ, അവൻ അവസാനമായിട്ട് മുട്ടുമടക്കിയിട്ട് നാണ് സോത്തേ ചെന്നിട്ടല്ലാണ്ട് ആരും പോയിട്ടില്ലേ. നമുക്ക് ഇണ്ട് പോലും കാണുക അവിടെ എത്രമാ, പ്രത്യേകിച്ചിട്ട് പാശ്ചാത്യ ലോകത്തിലുള്ള വെസ്റ്റ് ഭാഗത്തുള്ള ആൽമാരല്ല ഖുർആന്റെ എതിർക്കൂബനായിട്ട് പഠിക്കുക വന്നിട്ട് ലാസ്റ്റ് അവസാനമായിട്ട് മുസ്ലിം ആവുടെ ഒരവസ്ഥയാണ് കാണേണ്ടത്. അതെല്ലാം കാരണം അതിൽ ഒരേ ഒരു ഒരു സമയമില്ല ചൊല്ലുകൂ, ഇത് സമയത്തില്ല ചൊല്ലുക ഒന്നുമില്ല. അതുകൊണ്ടിട്ടാണ് വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ. നെക്സ്റ്റ് അല്ലാഹു തആല ഖുർആന്റെ മേച്ചൊല്ലെ ഖയ്യിമൻ, ആ കിതാബിൽ അല്ലാഹു തആല ഇറക്കിറ ഒന്നത് അതിലെന്തും ഒരു പെർഫെക്റ്റ്നെസ് ഒരു കുറടിയുമില്ല, കംപ്ലീറ്റ് അത് പെർഫെക്റ്റ് ആയിട്ട് ഖയ്യിമൻ. വേറെതിരെ അത് പെർഫെക്റ്റ് ഉണ്ടാക്കി കൊടുക്കണതുമായിട്ടിക്കറ്, വേറെതിരെ അത് എന്താക്കട്, വേറെ കാര്യങ്ങളെ വേറെ അതിന് മുന്നിൽ ബന്ധങ്ങനത്തെ കിതാബുങ്ങ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നങ്ങ് ചൊന്നല്ലേ, അത് പല നിലക്ക് അതിൽ തിദ്ദുപടി ഉണ്ടായിട്ട് തന്നിട്ടു. ആ തിദ്ദുപടി ഉണ്ടായതിലല്ല അത് സമാക്കി കൊടുക്കണം അങ്ങനത്തെ ഒരു കിതാബും കൂടിയേറ്റിക്കറ് അല്ലെ. ഞങ്ങ ഈ ഇന്നലത്തെ ഞങ്ങ ക്ലാസ്സിൽ ചൊന്ന സൂറത്തുൽ കഹ്ഫിൽ ചൊല്ലങ്ങനത്തെ ഈ ചരിത്രങ്ങ അത് ബറകുല്ലങ്ങനത്തെ ഒരു കാരണ യഹൂദിങ്ങ മുഷ്രിക്കീങ്ങൾട്ട പ്രശ്ന കേൾക്കുക ചൊന്നാറുണ്ടാണ്. അപ്പൊ യഹൂദിങ്ങളിലും നസ്രാനിങ്ങളിലും പല നിലക്കുള്ള സംശയങ്ങല്ല, അള്ളാഹുടെ വിഷയത്തിലും അല്ലാണ്ടെല്ലാം പല നിലക്കുള്ള സംശയങ്ങൾ.
ഖുർആൻ പണ്ട മുതൽ പല ആൾമാർക്ക് അതൊരു സ്പഷ്ടത എന്നിട്ടില്ല, അള്ളാഹുടെ ಬಗ್ಗೆ സ്പഷ്ടത എന്നിട്ടില്ല. അപ്പൊ ആ സ്പഷ്ടത്തെ ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹുടെ ബഗ്ಗೆയും ഈ ലോകത്തെ ബഗ്ಗೆയും ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എന്തിരെ, ഞങ്ങ പോയിട്ട് എവിടെയാണ് ഞങ്ങ പോണ്ടേ, ഇനി പോകൂല്ല എന്തിരെ, ഇനി നെക്സ്റ്റ് ലോകം എങ്ങനെ ഇക്കിട്, ഇതിರ ಬಗ್ಗೆ ಎಲ್ಲ ഒരു സ്പഷ്ടമായ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു ചിത്രಣ, ഒരു പിക്ചർ ഖുർആന് ഉണ്ടാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല തൗറാത്തിൽ എന്തെല്ലാം തപ്പുങ്ങ ഉണ്ടായിട്ട് ചൊന്നിട്ട് ഖുർആൻ സ്പഷ്ടമായിട്ട് ചൊന്നuru. നസ്വാറാക്കൾക്ക് അങ്ങ വിശ്വസിച്ചുകൊണ്ടിരുന്നങ്ങനത്തെ മൂന്ന് മൂന്ന് കൂടിയങ്ങനത്തെ ഒരു ದೇವರು ചൊന്നിട്ടു. മൂന്ന് ದೇವರು പക്ഷെ മൂന്നല്ല, അത് ഒന്നൈറ്റിക്കര് ചൊല്ല രൂപത്തിലുള്ള അങ്ങനെ വളരെ പൊട്ടത്തരമായിട്ടുള്ള അങ്ങനത്തെ വിശ്വാസം അതെല്ലാം എടുത്തു കാട്ടിയിട്ട് ഇതെല്ലാം തപ്പൈറ്റിക്കര് എന്ന രൂപത്തിൽ ഖുർആൻ അത് തിദ്ദുപടിയാക്കി കൊടുത്തു. അതുപോലെ ഈ ഭൂലോകത്ത് ഒരു ഇലാഹുമില്ല, ഒരു ദേവറും ഇല്ല ചൊല്ലങ്ങ് അങ്ങനെ വിഷയത്തിലും അത് ഖുർആൻ തിദ്ദുപടിയാക്കി കൊടുത്തു. ഇങ്ങനെ തപ്പു മൂഢനമ്പിക്കയും തപ്പു വിശ്വാസങ്ങളും അതുപോലെ തപ്പു അനാചാരങ്ങളിലെ കൂടി നിന്നങ്ങനത്തെ ലോകത്തിന് കയ്യമനായിട്ടാണ് ഖുർആൻ വന്നത്. അതായത് അതെല്ലാം സമാക്കിട രൂപത്തിൽ അതെല്ലാം ശരിയാക്കി കൊടുക്കണ അങ്ങനത്തെ രൂപത്തിലും കൂടിയാണ് അള്ളാഹു താല ഖുർആന്റെ ഇറക്കിയത്. അപ്പൊ ഖുർആന് സ്വന്തത്തിൽ അത് പെർഫെക്റ്റ് ആയിട്ടിക്കറ്, ಬೇರೆದರ പെർഫെക്റ്റ് ആക്കി കൊടുക്കണതുമായിട്ടിക്കറ്, കാമിലുമായിട്ടിക്കറ്, മുക്കമ്മിലുമായിട്ടിക്കറ്. ഏതുപോലെ അള്ളാഹുടെ കലാമല്ലേ ഖുർആൻ, അള്ളാഹു താല കാമിലാണ്, പരിപൂർണനാണ്. അതാണ് ഞങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ചൊല്ലി അള്ളാഹു താല കാമിലായിട്ടിക്കറ, അവനിൽ ഒരു കൊറത്തെയുമില്ല, അവന് കാമിലായിട്ടിക്കറ, പരിപൂർണനായിട്ടിക്കറ. അൽഹംദുലില്ലാ അവന് മുക്കമ്മിലുമായിട്ടിക്കറ, ബാക്കിയുള്ള കമാലുണ്ടാക്കി കൊടുക്കണം. ബാക്കിയുള്ള ഇപ്പൊ അള്ളാഹു താല ഞങ്ങു അള്ളാഹു താല കമാലാക്കി തന്നോണ്ടേ ഉള്ളല്ലേ, അത് ആ നിലക്കല്ല അള്ളാഹു താല ഞങ്ങൾ ഖുർആൻ ഇറക്കി തന്നിട്ട് ഞങ്ങളെ ഹിദായത്താക്കിക്കൊണ്ടുള്ളതും ബാക്കിയുള്ള പല നിലക്കുള്ള നിഅമത്തും അള്ളാഹു താല തന്നോണ്ടുള്ളതും ഇൽമും ഖുദ്റത്തും പല നിലക്കുള്ള കഴിവും അള്ളാഹു താല നമുക്ക് തന്നോണ്ടുള്ളേ ഞങ്ങളെ കാമിലാക്കുകയായിട്ടാണ്. ആ നിലക്ക് അള്ളാഹു താല മുക്കമ്മിലാണ്. അപ്പൊ ആ അള്ളാഹുടെ കലാമായിട്ടുള്ള ഖുർആനും അത് സ്വന്തത്തിൽ കാമിലായിട്ടിക്കറ്, ബാക്കിയുള്ളവരെ കമാലുണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ മുക്കമ്മിലുമായിട്ടിക്കറിട്ടാണ് ഇവിടെ അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. നെക്സ്റ്റ്, എന്താണ് ഖുർആന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യ? لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. രണ്ട് സ്വറായിട്ടിക്കറ് ഖുർആൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കടങ്ങനത്തെ ഡ്യൂട്ടിയിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഡ്യൂട്ടിങ് ആയിട്ടിക്കറ് ആക്കട എന്തരെ, ഒന്ന് ഇൻസാർ, പിന്നൊന്ന് തബ്ശീർ. ഇൻസാർ ചൊന്നെങ്കിൽ വാർണിംഗ് കൊടുക്കൂടെ, എച്ചരിക്ക കൊടുക്കൂടെ. അതായത് അള്ളാഹു താലയിൽ വിശ്വസിക്കാത്ത അങ്ങനത്തെ കാഫിരിങ്ങു ഈ ലോകത്തെ യാഥാർത്ഥ്യം എന്തിനായിട്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തത്തെ ഞങ്ങളെ യാഥാർത്ഥ്യം എന്തിനെ, ഞങ്ങൾ എവിടെയാണ് പോണ്ടേ, ഇതെല്ലാം അർത്ഥാക്കാണ്ടെ പോണ്ട അങ്ങനത്തെ ഒട്രാസിയായിട്ട് ജീവിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ കാഫിരിങ്ങു വാർണിംഗ്, ഒരു വലിയ എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് ഖുർആൻ വന്നത്. ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, അള്ളാഹുടെ ഭാഗത്തിൽ നിന്നിട്ട് വലിയ ഒരു ശിക്ഷ, വലിയൊരു അദാബ് പറകുണ്ടു, വലിയൊരു ശിക്ഷ പറകുണ്ടു എന്ന വാർണിംഗ് കൊടുക്കുകയായിട്ടാണ് അള്ളാഹു താല ഈ ഖുർആൻ ഇറക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അതായിട്ടിക്കൽ എന്തിനെ, വാർണിംഗ് കൊടുക്കുക. അതാണ് നബിത്തങ്ങളെ ദഅവത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതാണ് ആക്കിയത്. മുശ്രിക്കീങ്ങൾട്ടല്ല, ഓ മുശ്രിക്കീങ്ങളെ, ഓ മക്കത്തെ ഖുറൈശിങ്ങളെ, ഈ ഗുഡ്ഡയുടെ പേരുള്ള വലിയ ഒരു സൈന്യ നിങ്ങളെ അറ്റാക്ക് ആക്കിട്, ആക്രമണ ആക്കിട് എന്നാണ് ചൊന്നിട്ടെങ്കിൽ നിങ്ങൾ കലവാക്കുവാറാണ്ട് നബി തങ്ങൾ കേട്ടല്ല. അപ്പൊ അങ്ങനെ ചൊന്നാർ ഇല്ല, ഓ മുഹമ്മദ്, നിങ്ങളെ ഒരു അമീനായിട്ടാണ് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയത്, വിശ്വസ്തനായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ ചൊന്തു, എന്നാൽ അതിരക്കാണ് ഒരു വലിയ ഒരു ആപത്ത് നിങ്ങൾക്ക് ബറകുണ്ടു, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകില്ല, അങ്ങനത്തെ ഒരു നാണ് തെരുചൊന്തണ്ടേ എന്ന് നബിത്തങ്ങ ചൊന്തു. അപ്പൊ നബിത്തങ്ങ ആദ്യമായിട്ട് ഫസ്റ്റ് കയറ്റാക്കിയത് ഇൻസാർ ചൊല്ലുടെ ഡ്യൂട്ടിയാണ്, എച്ചരിക്ക കൊടുക്കണേ. അള്ളാഹു താല ശിക്ഷ, വലിയൊരു ശിക്ഷ പറകുണ്ട്. അത് ആഖിറത്തിൽ മാത്രല്ല, ദുനിയാവിലെ വിശ്വസിക്കാത്ത ആൽമാർക്ക് ദുനിയാവെ ഒരു അവസാനമായിട്ട് അങ്ങ് ഒരു നരക്ക പോലെയാണ്. കാഫിരിങ്ങനെ ജീവന പ്രത്യക്ഷത്തിൽ ഞങ്ങൾ അത് വലിയൊരു ആഡംബര ജീവനായിട്ട് അല്ലെങ്കിൽ നല്ല സുഖത്തിലുള്ള ജീവനായിട്ട് കണ്ടെങ്കിലും അള്ളാഹുലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടിട്ടു അത് നരക്ക ജീവനാണ്. കാരണം
അള്ളാഹുൽ വിശ്വാസം ഇല്ലേണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ പരസ്പര വിശ്വാസിക്കില്ലേ. അപ്പ ಅಬ್ಬ ಮಕ್ಕಗೂ ವಿಶ್ವಾಸಕ್ಕಿಲ್ಲ, ഉമ്മ മക്കൾക്ക് വിശ്വാസക്കില്ല, കുടുംബത്തിൽ ഒരു ഐക്യക്കില്ല. ഈ രൂപത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടിട്ടില്ല പല നിലക്കുള്ള ആഫത്തുങ്ങ ജീവനത്തിലും സ്വത്തിലും മാലിലും കാണുക. ഇങ്ങ് നോക്കൂ, ഇണ്ടത്തിനങ്ങ ആർത്ഥിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥ ഇങ്ങ് നോക്കൂ. അള്ളാഹുല് വിശ്വാസമില്ലാത്തങ്ങനത്തെ ഒരു ആർത്ഥിക വ്യവസ്ഥയിലാണ് ഇണ്ട് തങ്ങ ജീവിച്ചോണ്ടില്ലേ. ಅದರ ഭാഗമായിട്ടാണ് ബഡ്ഡിയും അതല്ലാത്ത രൂപത്തിലുള്ള അങ്ങനത്തെ അനിസ്ലാമികമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളിലെ ഓടില്ലേ. അതുകൊണ്ടിട്ട് എത്ര ആൾമാരാണ് നരക്ക ജീവൻ അനുഭവിച്ചോണ്ടില്ലേ. ബഡ്ഡി കൊണ്ടിട്ട് എത്ര ആൾമാരെ ജീവനാണ്, എത്ര ആൾമാരാണ് ആത്മഹത്യ ആക്കിക്കൊണ്ടില്ലേ. അത് അള്ളാഹുത്താലയുടെ ഭാഗത്തിൽ നിന്നുള്ള വലിയ ശിക്ഷയാണ് അത് യഥാർത്ഥത്തിൽ. അതുപോലെ വ്യഭിചാര വ്യാപകമായിട്ട് നടന്നുകൊണ്ടുള്ള വിഷയമാണ്. അള്ളാഹുൽ വിശ്വാസമില്ലാത്തങ്ങനത്തെ ദീനിൽ വിശ്വാസമില്ലാത്തങ്ങനത്തെ ആൾമാരിൽ നിന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിന്നിട്ട് എത്രമാ രോഗങ്ങൾ, വലിയ മാരകമായിട്ടുള്ള എയ്ഡ്സ് പോലത്തെ രോഗങ്ങളാണ് മനുഷ്യന്മാർക്ക് പിടിപെട്ടോണ്ടില്ലേ. അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയുടെ വാർണിംഗ് തറകുബേനായിട്ടാണ് ഖുർആൻ വന്നത്. ലിയുൻദിറ ബഅസൻ ശദീദൻ, വലിയ ഒരു ശിക്ഷയുടെ വാർണിംഗ് തറകുബേനായിട്ട് മില്ലദുൻഹു, അള്ളാഹുടെ ഭാഗത്തിൽ നിന്നിട്ട്. അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷയാവുമ്പോൾ അത് ഒരു ലോക്കൽ ശിക്ഷയായിട്ടില്ല. സാധാരണ ഒരു ഒരു ആಡಳಿತಾക്കടങ്ങനത്തെ ഒരു അധികാരി തണ്ടങ്ങനത്തെ ശിക്ഷമേ നമുക്ക് ചിലപ്പോൾ നമുക്ക് താങ്ങുകാവില്ലേ. അങ്ങനത്തോടേക്ക് എല്ലാ അധികാരികളുടെ മേൽ അധികാരിയായിട്ടുള്ള അങ്ങനത്തെ മലിക്കുൽ മുലൂക്കായിട്ടുള്ള അങ്ങനത്തെ അള്ളാഹുടെ ശിക്ഷ അത് ദുനിയാവിലാവട്ടെ, ദുനിയാവിലെ അത് അത് പിന്നെ നമുക്ക് താങ്ങുകാവാത്തതാണ്. ആഖിറത്തിൽ അതിരക്കാണ് വലിയ ശിക്ഷ ഇട്ടിക്ക അള്ളാഹുടെ ദുല്ലേ എന്ന ഒരു വാർണിംഗ് തറകുബേനായിട്ടാണ് ഖുർആൻ വന്നത്. ശിക്ഷ മാത്രല്ല, ശിക്ഷ മാത്രം ചൊല്ലുമ്പോ ആ മനുഷ്യന്മാർക്ക് മനസ്സ് ഒരു പേടിങ്ങനെ നിറഞ്ഞിട്ട് അത് ചിലപ്പോ അലക്ക ഒരു നിരാശയായി പോണ്ട്, അങ്ങനത്തെ ഒരു രൂപത്തിലായി പോണ്ട്. അതുകൊണ്ടിട്ട് അള്ളാഹുത്താല ഖുർആനില് എവിടെ അള്ളാഹുത്താല ശിക്ഷയുടെ ഭാഗ്യം ഉണ്ടിയണ്ടായെങ്കും ഇപ്പുറത്തിൽ രക്ഷയുടെ ഭാഗ്യവും അള്ളാഹുത്താല ചർച്ചാക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നരകത്തെ വിഷയമെല്ലാം ഇങ്ങനെ ചർച്ചാക്കുമ്പോമേ നെക്സ്റ്റ് സ്വർഗത്തെ വിഷയം ചർച്ചാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ അള്ളാഹുത്താല ഇവിടെയും ഖുർആൻ വെറും എന്തല്ല പേടുപാട്ടൊക്കെ മാത്രം വന്നതല്ല, വയുബശ്ശിറൽ മുഅ്മിനീൻ, അള്ളാഹുൽ വിശ്വസിക്കണങ്ങനത്തെ ഈ ഖുർആനിൽ വിശ്വസിക്കണങ്ങനത്തെ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിക്കടെ ആൽമാർക്ക് സന്തോഷ വാർത്ത, ഹാപ്പി ന്യൂസ് അറിയിക്കുകയും ആയിട്ട് ഖുർആൻ വന്നരെ. ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. المؤمنين എങ്ങനത്തെ മുഅ്മിനീങ്ങ, വെറും വിശ്വസിച്ചിട്ട് മുണ്ടതിച്ചങ്ങല്ല. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങളിൽ അങ്ങെപ്പോലും എൻഗേജ് ആയിട്ടിക്കിടാറ്, നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ആക്കിക്കൊണ്ട് ഉള്ള അങ്ങനത്തെ മുഅ്മിനീങ്ങ. എന്തൊരു അങ്ങു അല്ലാഹു തആല ഹാപ്പി ന്യൂസ് കൊടുക്കടെ, അന്ന ലഹും അജ്റൻ ഹസന, അങ്ങു നല്ലതായ ഒരു പ്രതിഫലമുണ്ട്, അതായത് നല്ല സ്വർഗമുണ്ട് അങ്ങു എന്ന് പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുമ്പേനായിട്ടാണ് ഖുർആൻ വന്നത്. മാകിസീന ഫീഹി അബദ, അപ്പൊ നല്ല ഒരു പിന്നെ സ്വർഗ മുഅ്മിനീങ്ങൾക്കും ഇതിൽ വിശ്വസിക്കുന്ന ആൾമാർക്ക് ഉണ്ട് ചൊല്ലുമ്പോ അള്ളാഹു താല പ്രത്യേകമായിട്ട് എടുത്തു ചൊല്ലേ. അത് ഖുർആനിൽ എല്ലാ മൊത്തം നമുക്ക് കാണുക. സ്വർഗത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു താല പ്രത്യേകമായിട്ട് എടുത്തു ചൊല്ലേ. ആ സ്വർഗ കേവല ഒരു താത്കാലികമായിട്ടുള്ള ഒരു താണ അല്ല. മാകിസീന ഫീഹി അബദ, ആ സ്വർഗത്തിൽ ആ ആൽമാർ മുഅ്മിനീങ്ങ എപ്പോഴും കാലാകാല ജീവിക്കട ആൽമാരായിട്ട് കിടാറ്. നീ നോക്കൂ, മനുഷ്യരുടെ ഞങ്ങളെ ಬಗ್ಗೆ ഞങ്ങൊന്ന് ചിന്തിച്ചു നോക്കിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളങ്ങനത്തെ ഒരു ആശയത്തിക്കറ് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സുഖ, ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു സുഖ നമുക്ക് കിട്ടണു ചൊല്ലത് എല്ലാവരും ആശയത്തിക്കറ്. അതുകൊണ്ടിട്ടാണ് മനുഷ്യ ഈ നമ്മളിവിടെ പൊറുമ്പുരെ അല്ലെ. മനുഷ്യക്ക് ഒരു ഉദാഹരണക്ക് ഒരു ആൾട്ടോ കാർ ഓർത്തൊക്കെ കിട്ടിയെങ്കിൽ അവനക്ക് നെക്സ്റ്റ് ಅದರ മേലുള്ള കാറാണ് അവന്റെ മനസ്സിലിക്കടെ. മേലെ അതിരെ കാണാൻ വലിയൊരു കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാണാൻ പിന്നൊരു പിന്നെ വലിയ കാറാണ് അവന് തിങ്കാക്കടെ. എല്ലാ വിഷയത്തിലും അങ്ങനെ. ഞങ്ങൾ ഫുഡ് പിന്നെ എന്തും ഇല്ലാത്തവണൊന്ന് ഒരു കഞ്ഞി കിട്ടിയെങ്കിൽ മെയ്യാവുന്നതിൻ്റാണ് വിചാരിക്കണത്. കഞ്ഞി കിട്ടിയവണ് അതിരെ കാണാൻ വലിയൊരു ഫുഡാണ് ആശിക്കട്. ഇങ്ങനെ ലിമിറ്റ് ഇല്ലാത്ത ഒരു സുഖമാണ് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കടെ. പക്ഷേ ദുനിയാവിടെ അള്ളാഹു താല ആ രൂപത്തിലാക്കി വെച്ചിട്ടില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ
ഒരു സുഖ കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു താല ദുനിയാവിടെ ആക്കിയിട്ടില്ലേ. അത് ദുനിയാവിടെ പിന്നെ ഞങ്ങളുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന അങ്ങനത്തെ വിഷയമാണ്. ഏത് വിഷയത്തിലും ഞങ്ങൾ ഇപ്പൊ നല്ല ഫുഡ് തിന്നെങ്കും ഒരു നല്ലൊരു ബിരിയാണി തിന്നെങ്കും തിന്നൽ പിന്നെ നമുക്ക് അതിലൊരു പൂർണ്ണമായ ഒരു സുഖ കിട്ടിത്തി നമുക്ക് ചൊല്ലുകയില്ല. അത് തിന്നൽ പിന്നെ ചിലപ്പോ എന്തി കാണിത്ര തിന്നിട്ടാണ് ചിലപ്പോ നമുക്ക് അവിടെ. അപ്പൊ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു നല്ല ഒരു സുഖമായിട്ടുള്ള ഒരു അവസ്ഥ മനുഷ്യക്ക് കൂടെ കിട്ടില്ല. അപ്പൊ അള്ളാഹു താല ചൊല്ലെ ആ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യകുlle ഒരു കൊതി ആഗ്രഹ അത് പൂർത്തിയാക്കുക അങ്ങനത്തെ ഒരു പ്ലേസ് അതായിട്ട് ഒരു സ്വർഗ. അതുകൊണ്ടിട്ടാണ് മാക്കിസീന ഫീഹി അബദ. ആ സ്വർഗത്തിൽ മനുഷ്യ കാലാകാലം എന്താ മനുഷ്യ എന്താക്കട താമസിക്കുകൊണ്ട് അല്ലെ മനുഷ്യന് മുഅ്മിനീങ്ങ അള്ളാഹു താല വിശ്വസിച്ചങ്ങ കാലാകാല അവിടെ താമസിക്കുകൊണ്ടു. നെക്സ്റ്റ് അള്ളാഹു താല ചൊല്ലെ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അപ്പൊ ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളേ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം അത് വാർണിംഗ് കൊടുക്കുന്നതായിട്ട് എച്ചരിക്ക കൊടുക്കുന്നതായിട്ട് ചൊന്ന ആ എച്ചരിക്ക കൊടുക്കടെ ആൽമാർ ആർക്കാണ് എച്ചരിക്ക കൊടുക്കണേണ്ട അള്ളാഹു താല അവിടെ പ്രത്യേകമായിട്ട് ചൊന്നിട്ടില്ല. എച്ചരിക്ക ആർക്കെല്ലാം കൊടുക്കണം അങ്ങുകെല്ലാം കൊടുക്കണേട്ടാണ് അതിനർത്ഥം. അതിലും ആ എച്ചരിക്ക കൊടുക്കണ ആൽമാരിൽ കൂട്ടത്തിൽ അതായത് കാഫിരീങ്ങളുടെ കൂട്ടത്തില് ഒരു പ്രത്യേകമായിട്ടുള്ള വലിയ നിലക്കുള്ള ഒരു കുഫുരുടെ ആണ് ഇവിടെ അള്ളാഹു താല എടുത്തു ചൊന്നിട്ടില്ലേ. വയുൻസിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അള്ളാഹു താല സന്താനം സന്താനങ്ങ ഉണ്ടാക്കിയവണായിട്ടിക്കിറാണ്ട് ചൊന്ന ആൽമാർക്ക് വലിയൊരു വാർണിംഗ് കൊടുക്കുകയായിട്ടാണ് ഖുർആൻ വന്നരെ. ആ ഖുർആന്റെ അൽ കിതാബായിട്ടുള്ള ഖുർആന്റെ അള്ളാഹു താല ഇറക്കിരേ. വയുൻസിറല്ലദീന ഒരു കൂട്ടർ മനുഷ്യന്മാർക്ക് വാർണിംഗ് കൊടുക്കുകയായിട്ട് ഖാലു അങ്ങ ചൊന്നാർ എന്തിനെ ചൊന്നറാറങ്ങ വാദിച്ചോണ്ടുള്ളാർ ഇത്തഖദല്ലാഹു വലദ അള്ളാഹു താല സന്താനങ്ങ സ്വീകരിക്കണവണായിട്ടിക്കിട അള്ളാഹു താലക്ക് മക്ക ഉണ്ടു എന്ന് ചൊന്ന ആൽമാർ ആരാണങ്ങ വേറാരുമല്ല യഹൂദി നസ്വാറാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ട് മുന്നലു പ്രധാനമായിട്ട് ദീന്റെ ആൽമാറായിട്ട് അറിയപ്പെട്ട ആൽമാരാണ് യഹൂദി നസ്വാറാക്കൾ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ എടുത്തു ചൊല്ലി. വേറെ പല അതിനു മുന്നലും പിന്നെ പല ആൽമാരുടെ പല നിലക്കുള്ള ദീന് ഇന്നതായിട്ട് കാണുക. അതെല്ലാം നശിച്ചു പോയിട്ട് ഉദാഹരണക്ക് ഭാരതത്തില് ഹിന്ദു ധർമ്മ അത് ചിലപ്പോ ഏതെങ്കിലും അമ്പ്യാക്കന്മാർ പടിപ്പാട്ടി പോയ അങ്ങനത്തെ ദീനായിട്ടിക്കും ചാൻസ് ഉണ്ട് അത്തരെ. അതുപോലെ വേറെ നിലക്കുള്ള പല അറിയപ്പെട്ട ധർമ്മങ്ങള ലോകത്തിലുണ്ട്. പക്ഷേ അതില് പ്രധാനമായിട്ടുള്ള അങ്ങനത്തെ യാറത്ത് ചെമ്മത്തെ ആൽമാറുള്ള അങ്ങനത്തെ ധർമ്മമായിട്ടിക്കറ് ദീനായിട്ടിക്കറ് യഹൂദീൻ അസ്വാറാക്കൾ. അങ്ങ ബെടക്കായത് കൊണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പണ്ട കാലത്തില് ലോകം ബെടക്കായി പോയി. ആ യഹൂദി നസ്വാറ ആ തൗറാത്ത് ഇഞ്ചീൽ കിട്ടിയങ്ങനത്തെ യഹൂദിങ്ങ നസ്രാനിങ്ങ അങ്ങനെ സമയത്തായിരുന്നെങ്കിൽ ലോക കറക്റ്റായിട്ട് ഇക്കാൻ വീണ്ടും ലോകത്തുള്ള പല രാഷ്ട്രങ്ങൾ അമേരിക്ക പോലത്തെ പല രാഷ്ട്രങ്ങൾ വേറെ രാഷ്ട്രത്തുകളെ ഉപദ്രവിക്കൊണ്ടുള്ള രാഷ്ട്രങ്ങൾ ഇത്തരല്ല ബെടക്കാവ കാരണം അവിടുള്ള ഈ യഹൂദി നസ്വാറാക്കൾ ബെടക്കായത് കൊണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കുന്തുള്ള വിഷയമല്ലേ. അപ്പൊ ആ രണ്ടു കൂട്ടർ വാദിച്ചങ്ങനത്തെ ഒരു വാദമാണ് അള്ളാഹു താലക മക്കൊണ്ടു. നസ്വാറാക്കൾ ചൊന്നാറ് ഈസ എന്തായിട്ട് ഈസാ നബി അലിഹിസ്സലാം അത് അള്ളാഹുടെ മോണായിട്ടിക്കറിട്ടാണ് ചൊന്നത്. അതുപോലെ യഹൂദിങ്ങ ഉസൈർ ചൊല്ലെ നബി അയാള് അള്ളാഹുടെ മോണായിട്ടിക്കറിട്ടാണ്. ഇതിലൂടെ അള്ളാഹുടെ മോണും ചൊല്ലുമ്പോ ആ ഒരു വാദ അത് അള്ളാഹു താല ഗംഭീരമായിട്ടൂടെ എടുത്തു ചൊന്നിട്ടില്ല. എന്തുകൊണ്ടിട്ടു അള്ളാഹുക്ക് ഒരു മോണുണ്ട് സന്താനുണ്ട് ചൊല്ലുമ്പോ അത് കേവലം അള്ളാഹു താല പിന്നെ ഏതെങ്കിലും ഒരാളുടെ പിടിച്ചിട്ട് ഇങ്ങനെ അള്ളാഹു താല ദത്വ എടുത്തിട്ടല്ലല്ലേ അതിനർത്ഥം. അപ്പൊ അതിനർത്ഥം അള്ളാഹു താലക്ക് പെഞ്ഞൈമാറുള്ള ആരുണ്ടാണ് പെഞ്ഞൈമാറുള്ള. അപ്പൊ അള്ളാഹു താലക്ക് പെഞ്ഞൈമാറിക്കുമ്പോ അള്ളാഹു സാധാരണ ഞങ്ങളെ മനുഷ്യന്മാരെ പോലെമേ ആഗ്രഹങ്ങ ആസക്തിങ്ങ ഉള്ള ഒരാളായിട്ടാണ് കാണണ്ടേ. അപ്പൊ ഞങ്ങളെ മനുഷ്യന്മാരെ ആഗ്രഹങ്ങ ആസക്തിങ്ങ ഞങ്ങളെ താണതായിട്ടുള്ള അങ്ങനത്തെ ഒരു ഗുണ സ്വഭാവങ്ങളിൽ അള്ളാഹുലേക്ക് കൊടുത്തിട്ടു അള്ളാഹുടെ ഞങ്ങളെ ഇപ്പറ ഒരാളായിട്ട് അള്ളാഹുടെ ആക്കടെ ആ രൂപത്തിൽ അള്ളാഹുടെ ചിത്രീകരിച്ചിട്ട് ദീന്റെ നശിപ്പിക്കണങ്ങനത്തെ ഒരു കാര്യമാക്കിയത് കൊണ്ടിട്ടാണ് അള്ളാഹു താല അത് എടുത്തു ചൊന്നിട്ടുള്ളേ. ആ ആൽമാർക്ക് പ്രത്യേകമായിട്ട് ഒരു വാർണിംഗ് കൊടുക്കുകയായിട്ടാണ് ഖുർആൻ ബന്ധനേറ്റ്.
ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ചയാക്കുക. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.